ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈജിപ്തിലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ നിർത്താട്ടോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു 24 ദിവസമായി. അപ്പോൾ എന്താണെങ്കിലും തിരിച്ച് പോകാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് എന്താണെന്ന് പറയില്ല. അപ്പോൾ അതിന് മുമ്പ് ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ നിർത്താം. കാരണം ഇവിടെ വന്നിട്ട് ഞങ്ങൾ എന്നും പുറത്തൊന്നും പോയിട്ടില്ല. ഇടയ്ക്കൊക്കെ അങ്ങനെ പോയിട്ടുള്ളൂ. അടുപ്പിച്ച് ചില ദിവസങ്ങളിൽ ലോങ് പോകുമ്പോൾ മാത്രം. അല്ലാത്തപ്പോൾ ലോങ് പോയി കഴിഞ്ഞാൽ 2 ദിവസം റെസ്റ്റ് ആയിരിക്കും റൂമിൽ. റൂമിലല്ല, അധികം ഞങ്ങൾ ഇവിടെ കഫേ പോയാട്ടോ റെസ്റ്റ്. ഞങ്ങളുടെ റെസ്റ്റ് കഫേയല്ല. കഫേ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഇരിക്കാം. ഇവിടെ ഞങ്ങളങ്ങനെ പോയി 3 മണിക്ക് ഇരുന്നിട്ട് രാത്രി 12 മണിക്ക് തിരിച്ചു വന്നേക്കുന്ന സമയമുണ്ട്. അതേപോലെ രാവിലെ വെളുപ്പിന് 5 മണി വരെ കഫേയിൽ ഇരുന്നേക്കുന്ന ദിവസമുണ്ട് കേട്ടോ തുടക്കത്തിലൊക്കെ. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അത്ര പോക്കില്ല. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റിട്ട് സമയം 11:30. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നൈറ്റ് കൂടുതൽ ടൈമുണ്ട്. അപ്പോൾ നൈറ്റ് ഞങ്ങൾ താമസിച്ച് കിടന്നിട്ട് മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഉച്ചയ്ക്കും നൈറ്റും മാത്രമേ ഫുഡുള്ളൂ. അപ്പോൾ രാവിലെ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ഒരു 12 മണി ആ ടൈമാകും. അപ്പോൾ ഇപ്പോൾ ഫുഡ് കിച്ചണിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഫ്രഷ് ആവാനുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേറ്റ വഴി വീഡിയോ എടുക്കണതാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. ആ ചിപ്പു ഇവിടെ ഒന്ന് ചായ ഇട്ടുണ്ടാവും. ചായ കുടിച്ചുകൊണ്ടിരിക്കണു. കാണിച്ചു തരാം. ചിപ്പു അപ്പം ഞങ്ങൾ ഫ്രഷ് ആയത് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഞങ്ങൾ ഇവിടെ അടുത്തൊരു കോട്ടയുണ്ട്. അപ്പോൾ കോട്ടയിലൊന്ന് പോകണം. കോട്ടയുടെ പേരെന്താടി? സിറ്റാഡലോ സിറ്റാഡലല്ലേ? സിറ്റാഡൽ ഓഫ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ട. അപ്പം ആ വീഡിയോ വേറെ വീഡിയോ ആയിട്ടിട്ടാട്ടോ. കാരണം അവിടെ അത്യാവശ്യം വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. പിന്നെ ഫുഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഉച്ചക്കത്തേക്കുള്ളത്. മോരേറിയും ഫിഷ് ഫ്രൈയും അച്ചാറും എൻ്റെ ഫേവറേറ്റ് ഫുഡാട്ടോ. അതാ ഇക്കാക്ക് ഇഷ്ടമല്ലാത്ത ഫുഡാണ് പക്ഷെ കുഴപ്പമില്ല. കാരണം ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഞാൻ വന്നേ പിന്നെ ഞാൻ കഴിക്കണ കണ്ട് ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് മോരേറിയിട്ട്. വലിയ കുഴപ്പമില്ല. പിന്നെന്താ, ഇപ്പം ഞങ്ങൾ നിൽക്കണത് ഫ്രണ്ടിൻ്റെ റൂമിലാട്ടോ. കാരണം ഇവിടെ വന്നേ പിന്നെ ഇതവൻ്റെ റൂമായിരുന്നു. ഇവിടെ ഞങ്ങൾ വന്നേ പിന്നെ അവൻ ഞങ്ങൾക്ക് തന്നതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവൻ ഇങ്ങോട്ട് തന്നെ വരും. ഇപ്പം നിലവിൽ അവൻ അപ്പുറത്തെ റൂമിലാണ് കിടക്കണത്. അപ്പോൾ റൂമൊന്ന് കാണിച്ചിടാം. ഇതെൻ്റെ ബൊക്കേട്ടാ. ഇതിൽ നിറയെ ചോക്ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ വന്നേ പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് ഞാനങ്ങനെ കഴിക്കില്ല. ഇക്കാക്ക് കഴിച്ചോന്ന് എനിക്കറിയില്ല. ആരാന്നറിയില്ല. ഇത് കഴിച്ചിട്ടുണ്ട്. എല്ലാം മറ്റേ ഒറിജിനൽ ചോക്ലേറ്റ് ആട്ടോ. അത്യാവശ്യം ശരിക്കുള്ള ചോക്ലേറ്റിൽ കയ്പുണ്ടാവുമല്ലോ, അങ്ങനത്തെ. ഇത് മൊത്തം ചോക്ലേറ്റാണ്. ഈ ചോക്ലേറ്റ് അല്ല അല്ലേ? എന്തായാലും ഞാൻ വരുമ്പോൾ ഇത് നിറയെ ചോക്ലേറ്റ് ആയിരുന്നു. ഇപ്പം ഇതിനകത്ത് പകുതി ഉള്ളു. പകുതി സാധനം കൊണ്ട് തന്നെ ഞങ്ങളുടെ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതും അവൻ്റെ. പിന്നെ ഈ സ്പ്രേ മൊത്തം അവൻ്റെ. പകുതിക്ക് അങ്ങനെ എല്ലാം ഒന്നും എടുത്തോണ്ട് വരുന്നില്ല. എടുത്തോണ്ട് ഞാൻ തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ. പിന്നെ ഇതൊക്കെ ഉള്ളൂ. നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആട്ടോ. നല്ല കാറ്റും ചെറിയൊരു വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമുണ്ടല്ലോ ഇവിടെയൊക്കെ. ഞാൻ ഇവിടെ വന്നേ പിന്നെ 2ാമത്തെ തവണ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ തണുപ്പ് കുറഞ്ഞു. 2 ദിവസം മുന്നേ നല്ല തണുപ്പ് കുറഞ്ഞ സമയത്തൊക്കെ തണുപ്പ് കുറഞ്ഞില്ലേ? ഞങ്ങൾ ബാൽക്കണിയിൽ വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. പൊടിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. മോരേറി എന്താ ടൂണയാണ് മീൻ വെച്ചത്. പിന്നെ അച്ചാറ്. ഈ കക്ക ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ മീൻ വെച്ചായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ കോട്ടയിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അച്ചു കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഉണ്ടാവും ചെയ്യാം. അപ്പോൾ ഓക്കെ.
അങ്ങനെ ഞങ്ങൾ കോട്ടയിലൊക്കെ പോയിട്ട് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഒരു 7 മണിയായിട്ടോ. പിന്നെ ഒരു 8 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ മാളിൽ പോയി ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് ജാക്കറ്റ് മേടിക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ ജാക്കറ്റ് മേടിച്ചു. പിന്നെ ഇവിടെ നിന്ന് ഞാനൊരു ഹേസൽനട്ട് ഓർഡർ ചെയ്തു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു കഴിക്കണേ. അങ്ങനെ അതും വാങ്ങിച്ചു. അയ്യോ ഇതിന്റെ സ്മെല്ലൊക്കെ ശരിക്കളക്കാതെ എന്നുണ്ട് പുളിയാ. ഓ കുളിച്ചിട്ട് വായ വെക്കാൻ പറ്റില്ല. ആരെങ്കിലും കൂടി ഇട്ടേക്കുവാ. എന്നുണ്ട് എടാ ഇനി കുറച്ച് പഞ്ചസാര ഇട്ടേക്കോ. എന്തോ കേട്ടോ ഇതിന് മധുരം ഇല്ല, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിയിട്ട് കുടിച്ചു. മതി കുടിച്ചു നോക്കി ടേസ്റ്റ് ചെയ്തോ. എന്നുണ്ട് നല്ല ഊമ്പിയ ടേസ്റ്റ് മാറ്റമുണ്ടോ? എനിക്ക് എൻ്റെ ചൊവയെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുടിച്ചോട്ടെ കേട്ടോ. നിനക്ക് വെച്ചത്തെ അത് കുടിച്ചോ. ഞാനൊന്നും കുടിക്കാത്ത ആളല്ല. അത് വേറെ ഈ ചന്തക്കാർക്ക് നല്ല സാധനം കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാന്ന് പറയുള്ളൂ. എനിക്കറിയാം. ബർഗർ ഈ പിസ ഏത് പിസ ഇവിടത്തെ ഒന്നിനും ഉപ്പും മുളകും ഇല്ല. വെളുത്തിരിക്കുക. നിന്റെ വെളിവില്ലായ്മയാണ്. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് മാളിൽ പോയി കഴിഞ്ഞ് മാളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവിടുത്തെ കഫേയിൽ വന്നു. എൻ്റെ ഫോൺ എന്തെങ്കിലും കഫേയിൽ വന്നിരുന്നിട്ട് ഇപ്പം സമയം എത്രയായി? 12 മണി. ഇപ്പം ഞങ്ങൾ വീട്ടിലായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കട്ടോ. കാരണം അവന്മാരിപ്പോഴും വന്നിട്ടില്ല. ഞങ്ങൾക്ക് നാളെ രാവിലെ കുറച്ച് സ്ഥലങ്ങളും കൂടി പോകാനുണ്ട്. അപ്പം ഞങ്ങൾ കിടക്കാൻ വേണ്ടി വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഇരുന്നതിന് ഇപ്പോഴും അവന്മാർ വരില്ല. ഒരു 3 മണി 4 മണി വന്നാലും വരുമ്പോൾ. ഇന്നലെ അവൻ രാത്രി പോയിട്ട് വന്നത് ഇന്ന് രാവിലെ ളുഹർ ബാങ്ക് കൊടുത്തപ്പോൾ ഉച്ചയ്ക്ക്. അത്ര സമയമൊക്കെ ഇരിക്കാറുണ്ട് രാത്രി പോയിട്ട്, ഇന്നലെ രാത്രി. അപ്പോൾ ഇന്ന് ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ദിവസം. ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിച്ചിരുന്നത്. വൈകിട്ട് വീട്ടിലാണെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കും. ഇതേപോലെ വെളിയിൽ പോയേക്കൊണ്ടെങ്കിൽ വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടായിരിക്കും പോകുന്നത് വീട്ടിലേക്ക് വന്ന്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് പോണേക്ക് മുമ്പ് എന്താണെങ്കിലും ഇവിടുത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.